നമസ്തേ. രത്നങ്ങളുടെ ഊർജവും പ്രകൃതിയുടെ അനുഗ്രഹവും ഒന്നിക്കുമ്പോൾ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾക്ക് തുടക്കമാവും. രത്നങ്ങളെക്കുറിച്ച് കൂടുതലറിയാം രത്നശാസ്ത്രയിൽ. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്, പ്ലാനറ്ററി ജെമോളജിസ്റ്റ്. രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം. നമസ്തേ. നമസ്തേ. നമ്മൾ രത്നശാസ്ത്രയുടെ എപ്പിസോഡുകൾ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ അപൂർവങ്ങളായിട്ടുള്ള രത്നങ്ങളെ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ രത്നനിർണയവും അതിൻ്റെ ഉപയോഗ രീതികളൊക്കെ നമ്മൾ പറയാറുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു സൂര്യചന്ദ്രന്മാരുടെ ഒരു പ്രാധാന്യം. ഒരു ചാർട്ടിൽ അവരുടെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. എനിക്ക് തോന്നുന്നു സൂര്യചന്ദ്രന്മാർ നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോഴും അല്ലെങ്കിൽ അത് നേരെ സപ്പോർട്ടില്ലാതെ നമുക്കൊരു നീചാവസ്ഥയിലേക്ക് പോകുമ്പോഴുള്ള അനുഭവങ്ങൾ നമ്മൾ രണ്ട് ചാർട്ടിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ എക്സോൾട്ടഡ് ആയിട്ട് നിൽക്കുന്നതും ഡെബിലിറ്റേഷനും രണ്ടുമാണ് സംഭവിക്കുന്നത്. അത് എക്സോൾട്ടഡ് ആയിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ പരമോന്നതമായ ഗുണങ്ങൾ ആ പ്ലാനറ്റിൻ്റെ കിട്ടുക. സൂര്യൻ എക്സോൾട്ടഡ് ആയിട്ട് നിൽക്കുമ്പോൾ മേടത്തിൽ ഉച്ചസ്ഥിതിയുണ്ട്. അപ്പം ആ സൂര്യൻ്റെ എല്ലാ ഗുണങ്ങളും അയാൾക്ക് കിട്ടും. അച്ഛൻ്റെ ഗുണങ്ങൾ കിട്ടും. അച്ഛനെ പോലെ ചിലപ്പോൾ ഇരിക്കും. ചിലപ്പോൾ അച്ഛൻ ചെയ്യേണ്ട ജോലിയായിരിക്കും മകൻ പിന്നീട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലാണെങ്കിൽ അച്ഛൻ്റെ ഒരു പിന്തുടർച്ച അവകാശി എന്നുള്ള നിലയിൽ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഫാദർലി പേഴ്സൺ ആയിരിക്കും ആൾ. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് അല്ല, വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമായിരുന്നു. സത്യമായിട്ടുള്ള കാര്യം. അതായത് നമ്മൾ ഇപ്പം ഒരാളുടെ ചാർട്ടിൽ നമ്മൾ നോക്കുമ്പം ഈ പറയുന്ന വെട്ടവും വെളിച്ചവും അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെയൊക്കെ ഒരു കുറവ് വരുമ്പം അവിടെ രത്നധാരണം മാത്രമല്ല എന്ന് നമ്മൾ പറഞ്ഞു. രത്നധാരണം ഒരു ഭാഗമാണ്. പക്ഷെ അതല്ലാതെ നമ്മൾ ഒരു വ്യക്തി ശീലിച്ച് വരേണ്ടതും അല്ലെങ്കിൽ അവൻ്റെ ഓരോ ദിന വഴി ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യങ്ങളുണ്ട്. ഫുള്ളി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ചില കുട്ടികൾ അവർ സ്പോർട്സിലൊക്കെ കയറി വരുന്നത്, അത് നമ്മളെടുക്കുന്ന ഒരു എഫേർട്ടുകളും നമ്മുടെ ഒരു കൈയില്ലാത്ത കുട്ടി കാലുകൊണ്ട് പടം വരയ്ക്കുന്നു. അപ്പോൾ ഇത് സാധിക്കുമല്ലോ. അത് നമ്മുടെ എഫേർട്ട് കൊണ്ടാണ്. ബൈ ബർത്തിൽ നമുക്ക് ഈ പ്രകാശം കുറവാണ്, അല്ലെങ്കിൽ പ്രകാശം തരുന്ന ഗ്രഹങ്ങൾ നമുക്ക് ഒരു നീചാവസ്ഥയിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നെങ്കിൽ നമ്മൾ പ്രകാശം ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കുന്നു. എങ്ങനെ ഉണ്ടാക്കുന്നു? നമ്മൾ അതിരാവിലത്തെ എഴുന്നേൽപ്പും സൂര്യപ്രകാശവും പുറത്തായിരിക്കണം ഒരു വർക്കൗട്ടുകളെല്ലാം കൂടുതൽ ചെയ്യുന്നത്. അടച്ചിട്ടിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിലും നല്ലത് പുറത്ത് ഇറക്കുക, ഓടുക, ജോഗിങ്, നടപ്പ്, ഒരു 1-2 മണിക്കൂർ. അത് വളരെയധികം ഗുണം ചെയ്യും. ഒരിക്കലും ഒരു 5:30 അപ്പുറം ഉറങ്ങാൻ പാടില്ല. ഇങ്ങനെയുള്ള ചില നിഷ്ഠകൾ നമ്മൾ ജീവിതത്തിലോട്ട് കൊണ്ടുവരും. ഇത് ഓട്ടോമാറ്റിക്കലി ഇത് തിരിയാൻ തുടങ്ങും. ഇപ്പോൾ നമുക്ക് സൂര്യൻ നീചാവസ്ഥ ജനിച്ച ഒരു കുട്ടിക്ക് റെഡ് എനർജി കാണത്തില്ല, ഒരു പ്രകാശം കാണുകയില്ലെങ്കിൽ നമ്മൾ ആ പ്രകാശത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുക ചെയ്യുന്നത്. നമ്മൾ ഇറങ്ങിച്ചെന്ന് നമ്മളുടെ ജീവിതം അതേപോലെ തിരിക്കുമ്പോൾ പെട്ടെന്ന് ചേഞ്ചസ് വരും. ക്ഷമയോടുകൂടി നമ്മൾ ചെയ്യണം. അത് ആജീവന ത്രൂ ഔട്ട് ഹിസ് ലൈഫ്, അല്ലെ ഹെയർ ലൈഫ്, ഇത് നമ്മൾ പാലിക്കണം. അപ്പോൾ തന്നെ ഒരു ഭാഗത്തെ ഒരു ഡ്രോബാക്ക് നമ്മൾ സീൽ ചെയ്ത് കഴിയും. അപ്പോൾ നമുക്ക് സൂര്യപ്രകാശം നമ്മൾ ഡെയിലി കിട്ടാനായിട്ടുള്ള നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ആൾക്ക് സൂര്യചന്ദ്രന്മാർ ആളുടെ ചാർട്ടിൽ വളരെ നീചത്തിലാണ്, ആൾക്കൊരു വെട്ടവും വെളിച്ചവും ഇല്ല. അപ്പോൾ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഈ പറയുന്ന സൂര്യനെ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേറ്റ് നമ്മൾ കാണുക ഒക്കെ ചെയ്യുക. പിന്നെ ഈ ആൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ആളുടെ റൂം, ഇതിനൊക്കെ നമുക്കൊന്ന് ബ്രൈറ്റൻ ചെയ്തുകൂടെ? പിന്നെ എല്ലാം ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ആൾക്കാർ ഇപ്പോൾ പ്രകാശമില്ലാത്ത അല്ലെങ്കിൽ സൂര്യൻ റോങ് സൈഡിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഒരിക്കൽ പോലും ഈ ബ്ലാക്ക് ഷർട്ടുകൾ ബ്ലാക്കുകൾ വീണ്ടും അത് വെട്ടത്തെ തടയുമല്ലേ ചെയ്യുന്നത്, ഇല്ലേ? ഒരു ബ്ലാക്ക് കർട്ടൻ കൊണ്ടിടുമ്പം എന്താ അവിടെ സംഭവിക്കുന്നത്? പിന്നെ ഒന്ന് ബ്ലോക്കായി, അത് വീണ്ടും ബ്ലോക്കായി. ഇപ്പം ഇങ്ങനെ പല കാര്യങ്ങൾ കളേഴ്സിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എല്ലാ നവഗ്രഹങ്ങളും കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ള കളറുകൾ, കല്ലുകൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് എനർജി ഉണ്ടാകുന്നത്.
അപ്പോൾ ഈ സൂര്യചന്ദ്രന്മാരിൽ പ്രാധാന്യം ആർക്കാന്ന് വെച്ചാൽ തുല്യ പ്രാധാന്യമാണ് ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളത്, സൂര്യനും ചന്ദ്രനും. എന്നാൽ ചന്ദ്രൻ വീക്കായി പോയാൽ ആളെ പോയി എന്ന് വെച്ചാൽ ചന്ദ്രൻ ഇപ്പോൾ അമാവാസിയിൽ ജനിക്കുന്നു. ഇനി അമാവാസിയും അതുകൊണ്ട് വൃശ്ചിക രാശിയിലും കൂടെയാണെങ്കിൽ ആ നീചാവസ്ഥയും വന്നു അമാവാസിയുമാണെങ്കിൽ വളരെയധികം മാനസികമായിട്ടുള്ള ചലഞ്ചിങ് ആയിരിക്കും ഉണ്ടാകും. ആൾക്ക് ഡിപ്രഷനുള്ള ടാബ്ലറ്റ്സ് കഴിക്കുക, മാനസികമായിട്ട് മനസ്സുകൊണ്ട് ഒന്നും ചെയ്യാൻ മേലാത്തൊരു അവസ്ഥ സാഹചര്യത്തിലേക്ക് പോകണം. അതായത് അമാവാസി എന്ന് പറയുന്നത് തന്നെ ഒട്ടുമില്ലല്ലോ. പിന്നെ മൂണില്ല, മൂണിന് പ്രകാശമില്ല, നോ മൂണാണ്. കറുത്ത വാവെന്ന് പറയുന്ന ദിവസം ആ ജനിക്കുന്ന കുട്ടികൾക്ക് അല്ലെ ജനിക്കുന്ന വ്യക്തിക്ക് ആ അമാവാസിയോടടുപ്പിച്ച് അമാവാസി വരുമ്പോൾ പൗർണമി കഴിഞ്ഞ് ഒരു 14 ദിവസം കഴിയുമ്പോൾ വരുന്ന അമാവാസിയോടടുപ്പിച്ച് തന്നെ ആളിൽ ക്യാരക്ടറിന് ചേഞ്ച് വരും. ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരു സംഘർഷാവസ്ഥ മനസ്സിനെ ബാധിക്കും. എൻ്റെ വളരെ അടുത്ത സുഹൃത്തും ക്രൈം ബ്രാഞ്ചിൽ പോലീസിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളുമാണ്. അപ്പം അദ്ദേഹം നമ്മുടെ രത്നശാസ്ത്രം കാണുകയും എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരാളും കൂടെയാണ്. അദ്ദേഹത്തിന് ഇതിലൊക്കെ വളരെ വിശ്വാസമുള്ള ആളാണ്, നല്ലൊരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം എന്നോട് ഈ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, അതായത് 2021 മുതലുള്ള ഡേറ്റാസ് പരിശോധിക്കുമ്പോൾ മേജറായിട്ടുള്ള ആക്സിഡൻസ് ഒരു 80 to 90% ആക്സിഡൻറ്റുകളും അമാവാസിക്കാണ്. ഐതർ അമാവാസി, ചിലത് പൗർണമി, ചിലത് പഞ്ചമിയിലൊക്കെ ഒരുപാട് മർഡറും കൊലപാതകങ്ങളും നടന്നിട്ടുള്ള ഈ തിഥികൾ അദ്ദേഹത്തിനൊരു പഠിക്കാനുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് ആണ് അദ്ദേഹം അത് നോട്ട് ചെയ്യാനുള്ള കാര്യം അതെന്നോട് പറയുകയും ചെയ്തു. വളരെ അല്പം. കാരണം സുനാമി വന്നിരിക്കുന്ന നാച്ചുറൽ കലാമിറ്റീസ് ഈ വക ദിവസങ്ങളിലായിരിക്കുമെന്ന് ഞാൻ ഒരു പ്രാവശ്യം ജനം ടി വിയുടെ എപ്പിസോഡിൽ പറഞ്ഞത് കേട്ടിട്ടാണ് അദ്ദേഹം ഇത് റീഡ് ചെയ്യാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മളാരും അത് നോട്ടീസ് ചെയ്യാതെ പോകുന്ന കാര്യങ്ങളാണ് ഇല്ലേ. അമാവാസ്യ ദിവസം അതിന് നമ്മൾക്ക് പ്രായോഗിക തലത്തിൽ നമ്മളിത് എന്താ അസ്ട്രോളജിയും ഇതൊക്കെ അവിടെ മാറ്റി നിർത്തി നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ അമാവാസ്യ ദിവസം രാത്രിയിൽ പ്രകാശമില്ല ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല, കുറ്റാക്കൂരിട്ടായിരിക്കും ഒന്ന്. അപ്പോൾ നമ്മൾ ഗ്രാമീണ അല്ലെങ്കിൽ ലൈറ്റ് ഇല്ലാത്തൊരു സ്ഥലത്തൂടെയൊക്കെ പോകുമ്പോൾ അപകട സാധ്യത കൂടുതലായിരിക്കും. പിന്നെ ഇതിന് നമ്മൾ ഒരു അസ്ട്രോളജിക്കൽ പരമായിട്ട് നോക്കുമ്പം ചന്ദ്രൻ ഈ അമാവാസി നാളിൽ ചന്ദ്രൻ്റെ ആകർഷണ ശക്തി നമ്മൾ ഒരുപാട് സംഘർഷങ്ങളുണ്ടാക്കും. മനസ്സ് നമ്മുടെ കയ്യിലായിരിക്കത്തില്ല. കുറ്റാക്കൂരിട്ടും മനസ്സും കയ്യിലില്ല. ആക്സിഡൻറ്റ് കൂടുതൽ ചാൻസസ് ഉണ്ടാകാം. എനിക്ക് തോന്നുന്നു ആ ഒരു വിവരങ്ങൾ നമുക്ക് കുറച്ചും കൂടെ ആഴത്തിൽ ഒന്ന് പങ്കുവയ്ക്കണം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ അമാവാസിനെ കുറിച്ച് അതിൻ്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകതയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇതൊരു ഓസ്പീഷ്യസ് ഡേ ആയിട്ട് നമ്മൾ കരുതുന്നില്ല. ഇതാണ് ഇതിനകത്ത് ചന്ദ്രന് ബ്രൈറ്റ്നസ് ഇല്ലാത്തത് കൊണ്ടും ചന്ദ്രനെ നമ്മൾ കാണുന്നുമില്ല. ഈ അമാവാസി എന്ന് പറയുമ്പം അമാവാസിയുടെ തലേ ദിവസം ചതുർദശി, അതും ഏറ്റവും ഒരു ഗുണമുള്ള ദിവസമല്ല. പ്രത്യേകിച്ച് നമ്മൾ ഒരു കല്യാണം അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊന്നും ഹൗസ് വാമിങ് ഒന്നും ചതുർദശിയിലും കൊള്ളത്തില്ല. കാരണം ഈ ചന്ദ്രന് കറുത്തവാവിന് തൊട്ട് ഒരു 5 ദിവസം മുന്നേ, കറുത്തവാവ് കഴിഞ്ഞാൽ ശരിക്കും പഞ്ചമി എന്ന് പോരാ സപ്തമി വരെയും ഏതാണ്ട് നമ്മൾ ചന്ദ്രനെ കാണുന്നത് വളരെ കുറേശ്ശെ സപ്തമിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെയും കുറേശ്ശെ പിന്നെ അത് ഫുൾ മൂണിലേക്ക് മാറുന്നത്. അപ്പോൾ ഹിന്ദു വിശ്വാസപ്രകാരം പിതൃക്കളുടെ ദിവസമായിട്ടാണ് ഈ അമാവാസിനെ കറുത്തവാവിനെ കാണുന്നത്. എല്ലാ കറുത്തവാവിനും ബലി
ഇടുന്ന ആൾക്കാരുണ്ട്. അതായത് പിതൃദോഷങ്ങളൊക്കെ മാറാനായിട്ടും പിതൃക്കളുടെ അനുഗ്രഹത്തിനുമായിട്ടും പിതൃ ബലിയിടുന്നവരുണ്ട്. ഞാൻ നാട്ടിലുള്ളപ്പോൾ എപ്പോഴും ഞാനും വൈഫും അമാവാസി തോറും ബലിയിടാറുണ്ട്. അവിടെ ഉള്ളപ്പം എൻ്റെ ഫാദറും മദറും മരിച്ചുപോയി, വൈഫിൻ്റെയും ഫാദറും മദറും ഇല്ല. അപ്പോൾ ഞങ്ങൾ ആ പിതൃക്കളെ ഓർക്കാൻ വേണ്ടിയിട്ട് ആ ദിവസം, അതായത് ഒരു പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പിതൃ കർമ്മങ്ങൾക്കൊക്കെ ആയിട്ട് മുഖേനയാണല്ലോ നമ്മൾ ജീവിക്കുന്നത് തന്നെ. ഞാനാണ് എൻ്റെ അച്ഛൻ്റെ അതേ പേരിൽ, ശിവാസ് എന്ന് പറഞ്ഞാൽ അച്ഛൻ ശിവശങ്കർ നായർ, ആ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്ന പോലും. അപ്പം ഞാനതെപ്പോഴും ആ ഗ്രാറ്റിറ്റ്യൂഡ് എൻ്റെ മനസ്സിൽ ഉണ്ട്, മനസ്സിലായി. അപ്പം ആ ഒരു വിശേഷപ്പെട്ട ഒരു ദിവസം ഇതിനു വേണ്ടിയിട്ട് പിതൃപൂജകൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ബലികർമ്മങ്ങൾക്കൊക്കെ ഈ ഡേറ്റ് വളരെ നല്ലതാണ്, അമാവാസി വളരെ നല്ലതാണ്. അതായത് മറ്റുള്ള ഒരു ശുഭകാര്യത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇതിനാണ് അതിന് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. അത് മറ്റേത് പൗർണമിക്കാണ്. പൗർണമിക്ക് ഒരു ഐശ്വര്യപൂർണമായ ഒരു ദിവസമായിട്ട് കണക്കാണ്. പൗർണമി ദിവസം നമ്മൾ പൂജാമുറിയൊക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോസ് എല്ലാം തുടച്ചും വിളക്കെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തും വിളക്കുകളും ഒക്കെ കത്തിച്ച് നല്ല വെട്ടവും വെളിച്ചവും പ്രകാശവും കൊണ്ടുവരാൻ പറ്റുന്ന നമ്മളായിട്ട് കൊണ്ടുവരുന്നത് നമ്മൾ തന്നെ കൊണ്ടുവരുവാണല്ലോ. അപ്പോൾ ഈ അമാവാസിയുള്ള ഹെൽത്ത് വളരെ കൺസേണാണ് ഈ ഒരു കാരണം ചന്ദ്രൻ ലങ്സും ഹാർട്ടും ഒക്കെ ആയിട്ട് കണക്റ്റഡാണ്. കർക്കടകം എന്ന് പറയുന്ന ഹൗസ് രാശി ചന്ദ്രൻ്റെ രാശിയാണ്. മേടം, ഇടവം, മിഥുനം, കർക്കടകം. 4th ഹൗസ് കർക്കടകം നമ്മളുടെ ഹാർട്ട് ഏരിയയാണ്, ലങ്സ് ഏരിയയാണ്. ഈ കർക്കടകം രാശിയിൽ റോങ് ആയിട്ടുള്ള പ്ലാനറ്ററി പൊസിഷൻ നിൽക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഈ ഹാർട്ട് കാരണം അവർക്ക് ഒരുപാട് ബ്രീത്തിങ് എക്സസൈസും മെഡിറ്റേഷനും ഒക്കെ ചെയ്ത് ഹാർട്ടിൻ്റെ പമ്പിങ്ങും ഒക്കെ വളരെയധികം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പെട്ടെന്ന് ബാധിക്കും. കാലപുരുഷൻ്റെ ഈ 12 രാശികളും കാലപുരുഷൻ്റെ അവയവങ്ങൾ അത് മനുഷ്യനുമായിട്ട് കണക്റ്റഡാണ്. മേടം ശിരസ്, അങ്ങനെ ഇടവം, മിഥുനം, കർക്കടകം ഈ ഒരു ഇതാണ്. വൃശ്ചികം രാശി എന്ന് പറയുന്നത് നമ്മളുടെ അബ്ഡമൻ, ലോവർ അബ്ഡമൻ, പ്രൈവറ്റ് പാർട്സ് എന്ന് പറയുന്ന ഏരിയയാണ്. അവിടെയൊക്കെ റോങ് പ്ലാനറ്റ്സ് വന്നാൽ ഓപ്പറേഷൻ, സർജറി, അപ്പൻഡിസൈറ്റിസ് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഉണ്ടാവും. നമുക്ക് കാണുമ്പോൾ അറിയത് വരാൻ പോകുന്നതിന് അതിൻ്റെ ദശാകാലം കൂടെ ചൊവ്വ ദശ അല്ലെങ്കിൽ ചൊവ്വ ശനിയുടെ അപഹാരമൊക്കെ വരുന്ന സമയത്ത് സർജറിയിലേക്ക് നമ്മൾ വിധേയനാവുകയോ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഹെൽത്ത്, കാരണം അമാവാസി ജനിച്ച കുട്ടികൾക്ക് വലിവുണ്ടാവും. പിന്നെ അവർക്കൊരു പ്രായം കഴിഞ്ഞാൽ ബ്രീത്തിങ് എക്സസൈസ് നന്നായിട്ട്, മാർഷ്യൽ ആർട്സ്, ബ്രീത്തിങ്, കളരി ഇങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ ചെയ്തിട്ട് നമ്മൾ സ്വയം പിന്നെ ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യുക. അതിനാണ് ഈ ശാസ്ത്രം വെച്ചിരിക്കുന്നത്. അല്ല നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ വാട്ട് ടു ഡു എന്നുള്ളതാണ് അടുത്തത്. എല്ലാം കഴിഞ്ഞു, എന്ത് മുന്നോട്ട് പോകും, ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇനി അടുത്ത് വരാൻ പോകുന്ന ദശാകാലം എനിക്ക് ഒന്നുമില്ല ആദിത്യ ദശ അല്ലെങ്കിൽ കേതുർ ദശയാണ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്. അതായത് നമ്മുടെ മുമ്പോട്ടുള്ള ഓരോ നാളുകൾക്കുള്ള ഒരു മാർഗനിർദ്ദേശം എന്ന രീതിയിൽ നമുക്ക് അതൊക്കെ വേണം. അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഏതാന്ന് പറയുന്നവർക്ക് അവർക്ക് അങ്ങനെ എടുക്കാം. ഇത് നമ്മൾ സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ച് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് അറിയാവുന്നവർക്കും വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ടാണ്. മറ്റവരിത് കേൾക്കണമെന്നില്ല. ഇല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? വളരെ സത്യമായ കാര്യമാണ് പറയുന്നത്. പ്രാക്ടിക്കലി നമുക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് ചേഞ്ചസ് വരും. കുട്ടികളൊക്കെ രാത്രിയിൽ ഒരുപാട് സമയം ഇരിക്കുകയും വെളുപ്പിനെ കിടന്നുറങ്ങുകയും ചെയ്ത് 8 മണി വരെ ഉറങ്ങുന്നവർക്ക് ആ സിസ്റ്റം മാറ്റിയാൽ അവരിൽ ട്രമൻഡസ് ചേഞ്ചസ് അവരിലുണ്ടാവും. അവരുടെ ക്യാരക്ടർ തന്നെ വ്യത്യാസം വരും. ഇതിലിപ്പോൾ എന്നാന്ന് വെച്ചാൽ പഠിക്കുന്നുണ്ടാവും, രാത്രി മുഴുവൻ ഇരുന്ന് പഠിക്കും, പരീക്ഷ എഴുതും, ചിലപ്പോൾ നല്ല ലെവലിൽ പാസ്സാവും. പക്ഷേ എന്തോ സംതിങ് മിസ്സിങ് ആയിരിക്കും. ആ ക്യാരക്ടറിൽ ഒരു വ്യത്യാസം കാണും. അവർക്ക് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാനോ മറ്റുള്ളവരെന്താണെന്നോ ഒക്കെ മനസ്സിലാക്കി ഓട്ടോമാറ്റിക് പല കാര്യങ്ങൾ കൂടെയും പ്രകൃതി നമുക്ക് ആ ഊർജ്ജം നമുക്ക് സപ്ലൈ ചെയ്യുന്നത്. നമ്മളുടെ നല്ല തിങ്കിങ്, നമ്മളുടെ തോട്ട്, നമ്മളുടെ പ്രവർത്തനം ഇതെല്ലാം പ്രകൃതി വാച്ച് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അതിനനുസരിച്ചാണ് നമുക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അമാവാസി ദിവസം നമ്മൾ
വലിയ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾക്കൊന്നും ഇറങ്ങാതിരിക്കുക, കഴിയുന്നതും രാത്രി സഞ്ചാരങ്ങൾ ഒഴിവാക്കുക. ബൈക്കും ഒക്കെ ആയിട്ടെടുത്തിട്ട് അങ്ങനെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അത് ഈ പറഞ്ഞ റീസൺസ് ഇതാണ്. ഒന്ന് നമ്മുടെ ഈ ലൈറ്റിൻ്റെ ഒരു ഇല്ലായ്മ, അല്ലെങ്കിൽ അത് അന്ധകാരം കുറ്റാക്കൂരിട്ടായിരിക്കും. ഒരു പ്രകൃതി തന്നെ നമുക്കൊരു ഒരു മൈനസിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ, ഒരു ഫീലിംഗ് ആയിരിക്കും. മനസ്സ് സംഘർഷമായിരിക്കും. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അപകടങ്ങൾ കൂടും. അതായിരിക്കും ഒരു പരിധി വരെ അദ്ദേഹം സാറ് എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ ആക്സിഡൻസ് കൂടാനുള്ള സാധ്യത. അത് പലപ്പോഴും നമുക്ക് ഒരു അനുഭവമാകുന്ന കാര്യം. ഈ അമാവാസി ദിവസങ്ങളിലേക്ക് വരുമ്പം നമുക്ക് പ്രത്യേകിച്ചൊരു റീസൺ ഒന്നുമില്ല, നമുക്ക് പറയാനായിട്ടുള്ളൊരു കാരണമില്ല. എന്നിരുന്നാൽ പോലും ചിലപ്പോൾ നമുക്കൊരു സംഘർഷം. മൂഡ് സ്വിംഗ് ഒക്കെ ഉള്ള കുട്ടികൾ പെട്ടെന്ന് ആ ദിവസങ്ങളിലൊക്കെ വളരെ കാണാറുണ്ട്. പിന്നെ വലിവുള്ളവർക്ക് വലിവ്. പിന്നെ ഈ അമാവാസിയായിട്ട് ജനിച്ച ആൾക്കാർക്ക് പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് ശ്വാസമുട്ടലായിരിക്കും അവരുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോൾ നമുക്ക് ആ ദിവസങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. പിതൃബലിയിൽ വിശ്വാസമുള്ളവർ, അച്ഛനും അമ്മയൊന്നും ഇല്ലാത്തവർ, അല്ലെങ്കിൽ അച്ഛനില്ല അമ്മയുണ്ടെങ്കിൽ അച്ഛന് വേണ്ടിയുള്ള ബലികർമ്മങ്ങൾ ചെയ്യുന്നത് വലിയൊരു പരിഹാരമാണ്. എൻ്റെ അനുഭവം ആണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഈ അമാവാസി ദിവസങ്ങളിൽ ഇപ്പം നമ്മൾ പറഞ്ഞു ആ ഒരു പ്രകാശത്തിൻ്റെയൊക്കെ കുറവുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഈ ഇതിൻ്റെ രത്നങ്ങളും, നമുക്ക് ഈ ചന്ദ്രൻ്റെ രത്നങ്ങളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ വളരെ സൂക്ഷിച്ച് വേണം നമ്മളത്. ചന്ദ്രൻ്റെ രത്നങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുട്ടികൾ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ ചന്ദ്രൻ്റെ സ്റ്റോണുകൾ മാച്ചാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കാരണം അവർക്ക് അവരുടെ ബ്രീത്തിങ് കാര്യങ്ങൾ ഒക്കെ ആണ് അവർക്ക് ഡെവലപ്പ് ചെയ്ത് വരേണ്ടത്. ശ്വാസം മുട്ടലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ അതിന് ചന്ദ്രൻ്റെ പൊസിഷൻ നോക്കുക. ആ രത്നം നല്ലതാണെങ്കിൽ ഉപരത്നം, സെമി പ്രീഷ്യസ് ആയിട്ടുള്ള ചന്ദ്രകാന്തം പോലുള്ള കല്ലുകൾ ഉപയോഗിക്കാം. അതിന് ലഗ്നം വളരെ ഇമ്പോർട്ടൻ്റാണ്. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ ഈ അമാവാസി ദിവസത്തിൻ്റെ ആ ഒരു പ്രത്യേകതകളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു ഈ അമാവാസി, അതുപോലെ പഞ്ചമി ഒക്കെ നമ്മൾ പഞ്ചമിയിൽ ഒരുപാട് മർഡറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ദിവസമാണെന്നാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത്. അപ്പോൾ അത് പഞ്ചമി പല നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു തിഥിയും കൂടെയാണ്. എന്നാലും പഞ്ചമിയും ശനിയാഴ്ചയും കൂടി വന്നാൽ അത് ഒരു മൃത്യുയോഗം കാണിക്കുന്നുണ്ട്. മൃത്യുയോഗം കാണിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ സമയങ്ങളിൽ ഇതുപോലെ മർഡർ കേസുകളും കാര്യങ്ങളുമൊക്കെ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതെ. അപ്പോൾ ഇത് ഓരോ തിഥികൾക്കെല്ലാം വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് ഈ പ്രധാനമായിട്ടും നമ്മൾ സ്റ്റോൺസുകൾ ആദ്യമായിട്ട് ധരിക്കുമ്പോൾ ചതുർത്ഥി, അഷ്ടമി, പിന്നെ അമാവാസിക്ക് തലേ ദിവസമുള്ള ചതുർദശി, അമാവാസി, ഇതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യാം ഫസ്റ്റ് ടൈം. പിന്നെ ബുദ്ധിമുട്ടില്ല. അതായത് ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയൊരു തുടക്കത്തിന് ഇതിനെല്ലാം ബാധകം. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഒരാൾ കട തുറക്കാൻ പിന്നെ ഡെയിലി തുറക്കാം, അല്ലാതെ അഷ്ടമിക്ക് തുറക്കരുത് അങ്ങനെയില്ലല്ലോ. അതെ. ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് എന്തെങ്കിലും പുതിയൊരു കാര്യം ചെയ്തു തുടങ്ങുമ്പം ഈ പറയുന്ന ഒരു ദിവസങ്ങളും അല്ലെങ്കിൽ തിഥികളൊക്കെ ഒന്ന് നോക്കി ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് യാത്ര ചെയ്യാനുള്ള ദിവസങ്ങളൊക്കെ പറയുന്നുണ്ട്. ചില പഞ്ചാംഗത്തിലൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ മനസ്സിൽ തോന്നിയപ്പോൾ പറയാം. മുപ്പൂരം, പൂരം, പൂരാടം, പുരുട്ടാതി, ഈ ദിവസങ്ങൾ ഫസ്റ്റിൽ ഒരു യാത്രയ്ക്ക് കൊള്ളില്ല എന്ന് പറയുന്നത്. യാത്ര ആരംഭിക്കാൻ പറ്റുന്ന ദിവസങ്ങളല്ല എന്നാണ് മനസ്സിലായില്ലേ. അതേസമയം നമ്മൾ ഒരിടത്ത് യാത്ര ചെയ്ത് തിരിച്ചു വരാൻ അത് ബാധകമാകുന്നില്ല. ഡെയിലി കട തുറക്കാൻ പോകുന്നതിന് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഓസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ പോകുമ്പോൾ ഈ ഒരു ദിവസങ്ങൾ ഒഴിവാക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ധനം കൈകാര്യം ചെയ്യുന്നവരുണ്ട്. കാർത്തിക, ഉത്തര, മൂലം, ച, മകം, ചിത്രാജ, രേവതി, അത് ഈ നക്ഷത്രങ്ങളിൽ നമ്മൾ മണി ഡീലിങ്സ് കുറയ്ക്കണമെന്ന് പറയും. ഇതൊക്കെ പണ്ട് ആചാര്യന്മാരുണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളാണ്, നമ്മളായിട്ടുണ്ടാക്കിയിരിക്കുന്നതല്ല. അതിനെല്ലാം സത്യങ്ങളുണ്ട് താനും. കൃത്യമായ കാര്യങ്ങളാണത്. അതൊക്കെ നമ്മൾ പാലിച്ച് പോകുന്നാൽ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നമുക്കുണ്ടാവും.
തീർച്ചയായിട്ടും. അപ്പോൾ അമാവാസ്യ ദിവസങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിതൃക്കൾക്കുള്ള പിതൃബലികൾ കാര്യങ്ങൾ ഒക്കെ ചെയ്യാം. ദാനധർമ്മങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ബെസ്റ്റ് ദിവസമാണ്. നമ്മൾ ചിലർ പൗർണമിക്കും അമാവാസ്യക്കും ഫാസ്റ്റ് ചെയ്യുകയും ആ ഫാസ്റ്റിങ്ങിൽ നിന്ന് നമ്മൾ സേവ് ചെയ്യുന്ന മണി അന്നദാനത്തിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. അതൊക്കെ ഭയങ്കര വലിയ വലിയ പരിഹാരങ്ങളാണ് അതൊക്കെ. ഇപ്പോൾ സൂര്യൻ വളരെ നീചത്തിൽ നിൽക്കുന്നു, പിതൃഗുണങ്ങളില്ല, ചെറുപ്പത്തിലെ ഫാദർ ഇല്ലാത്ത അവസ്ഥയൊക്കെ വന്നാൽ പിതൃബലി വലിയൊരു കാര്യമാണ്. അതുപോലെ അപ്പോൾ എല്ലാ മതവിഭാഗക്കാർക്കും പിതൃബലിയൊന്നും ഇല്ല, എന്നാലും പൊതുവെ ഞാൻ ജനറലായിട്ട് പറയാം. പക്ഷെ അതിലൊക്കെ ഇമ്പോർട്ടൻസ് പിതാവിന് തുല്യരായിട്ടുള്ള ആൾക്കാർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുക, ഡിസേർവിങ് ആയിട്ടുള്ളവർ. ഇപ്പം എന്തോ ഒരു പഴയ ബർത്ത് ഡിഫക്റ്റ് ഉണ്ട് അദ്ദേഹത്തിന്. അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചു പോവുകയും അച്ഛനിൽ നിന്നുള്ള പിതൃഗുണങ്ങളൊന്നും കിട്ടാതെ വരണമെങ്കിൽ എന്തോ ഒരു കാരണം മറഞ്ഞു കിടപ്പുണ്ട് പഴയ ബർത്തിൽ. അത് നമുക്കെന്താണെന്ന് അറിയില്ല. അതിനുള്ള പരിഹാരം അച്ഛന് തുല്യവരായവരെയോ സഹായിക്കാനാണ് പറയുന്നത്. ആ ഡ്യൂസ് അവിടെ അടയ്ക്കുക. എന്തൊരു ഡ്യൂസ് കിടപ്പുണ്ട്, ഇങ്ങനെ ചെയ്യുമ്പോൾ അതടഞ്ഞു കവർപ്പായി പോകും. ഇങ്ങനെ ഓരോന്നിനും പല പല പരിഹാരങ്ങൾ. ആ തോട്ട് നമുക്ക് വരണം, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇത് കേൾക്കണം, എന്നാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പരിഹാരം ചെയ്യാനും നമുക്ക് യോഗം വേണമെന്ന് പറയും. അതൊരു അനുഗ്രഹമാണ്. ഈ പരിഹാരം നമുക്ക് തോന്നണം, ഇല്ലെങ്കിൽ നമുക്കതൊരു ആരെങ്കിലും പറഞ്ഞു തരണം, അതിനുള്ള ഒരു സാഹചര്യം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അത് ഒരു ദൈവാനുഗ്രഹം, ഈശ്വരാനുഗ്രഹം തന്നെയാണ്. ഈ മൂൺ സ്റ്റോൺ നമ്മൾ ഉപയോഗിക്കുന്നതിനകത്ത് നമ്മൾ ചന്ദ്രന് നീചാവസ്ഥ വന്ന, അതായത് വൃശ്ചിക രാശിയിൽ ജനിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നീചം വരണമെന്നുമില്ല, ചിലപ്പോൾ നീചാവസ്ഥയിലേക്ക് ആ ഡിഗ്രി എത്തിയില്ലെങ്കിലും ചന്ദ്രൻ ഒരു മൈനസിലാണ് ഈ വൃശ്ചികത്തിൽ. മനസ്സിലായല്ലേ? ഈ വൃശ്ചിക രാശി എന്ന് പറഞ്ഞാൽ ഒരു ജലരാശിയും കൂടെയാണ്, ഒരു വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയാണ് ചന്ദ്രൻ. മനസ്സിലായിട്ട് ഒരു ലൂമിനസ് പ്ലാനറ്റ് വെള്ളത്തിനകത്ത് മുങ്ങിക്കിടക്കുന്ന അവസ്ഥ. അപ്പോൾ ഒരു മനസ്സാണ് ഇതിനകത്ത് നമുക്ക് വന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത് ലഗ്നാധിപനാണെങ്കിൽ, കർക്കിടക ലഗ്നം ആണെങ്കിൽ, ഈ ലഗ്നാധിപൻ പോയി വൃശ്ചികത്തിൽ മുങ്ങിക്കിടക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ചന്ദ്രൻ്റെ സ്റ്റോൺ നമുക്ക് ഉപയോഗിക്കാം, കൊടുക്കാം. എന്നാൽ അതിന് നമുക്ക് പേള് വേണോ ചന്ദ്രകാന്തം വേണോ എന്നും നമ്മൾ ചിന്തിക്കണം. ഒരുപാട് സൈനസ് പ്രോബ്ലം ഉള്ളവർക്കോ റണ്ണിങ് നോസൊക്കെ ഉള്ളവർക്ക് നമുക്ക് പേൾസ് വേണ്ട, പകരം ചന്ദ്രകാന്തം ചെറിയ ക്യാരറ്റിൽ കൊടുത്ത് അത്രയും ദൂഷ്യം ചെയ്യത്തില്ല. അപ്പോൾ ചന്ദ്രനൊന്ന് എൻഹാൻസ്ഡ് ആവും. അതേസമയം ചന്ദ്രൻ നീചാവസ്ഥ നിൽക്കുന്നു, വൃശ്ചിക ലഗ്നം, ചന്ദ്രൻ നീചത്തിൽ നിൽക്കുന്നു ലഗ്നത്തിൽ തന്നെ, വൃശ്ചിക ലഗ്നം എന്ന് പറയുമ്പോൾ 9ാം ഭാവാധിപൻ ലഗ്നത്തിൽ നീചപ്പെട്ട് നിൽക്കുക. ചന്ദ്രകാന്തം പേളം ഉപയോഗിക്കാൻ പാടില്ല. അത് വീണ്ടും ആൾക്ക് മാനസികമായിട്ടുള്ള ഡിപ്രഷൻ ഉണ്ടാക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ചന്ദ്രകാന്തം അല്ലെങ്കിൽ പേളോ മുത്തോ ഉപയോഗിക്കണമെങ്കിൽ അതിനൊരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്, നോക്കണം. എനിക്ക് തോന്നുന്നു ഈ ചന്ദ്രൻ്റെ രത്നം ഉപയോഗിക്കുമ്പം ഈ ഓരോ വ്യക്തികളുടെ അവരുടെ ഒരു പ്രായവും അവരുടെ ഒരു ശരീരത്തിന് അല്ലെങ്കിൽ അവരുടെ ഒരു ബോഡി നേച്ചറൊക്കെ ഈ പറഞ്ഞ പോലെ തണുപ്പിനെ അധികം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ പേള് നമുക്ക് കൊള്ളത്തില്ല. ഒരു 50-60 വയസ്സിന് മേലുള്ളവർക്ക് പേൾസ് ഉപയോഗിക്കാതിരിക്കുക നല്ലത്. അല്ലെങ്കിൽ അതുപോലെ അവർക്ക് ബോഡി ഹീറ്റ് ഉള്ളവരായിരിക്കണം. ബോഡി ടെമ്പറേച്ചർ അതിക്രമിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് നമ്മൾ ഏജ് ഒന്നും നോക്കേണ്ട കാര്യമില്ല, അത് കൊടുക്കാൻ പറ്റും. അപ്പോൾ പേള് പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ ഒരു തണുപ്പുളവാക്കും. അത് കൃത്യമായ കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളും, ഇപ്പോൾ ചന്ദ്രൻ്റെ കല്ല്, ഇപ്പോൾ നമ്മൾ വൃശ്ചിക ലഗ്നത്തിൽ ചന്ദ്രൻ, അതിന് സ്റ്റോൺ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് മാഴ്സിൻ്റെ പൊസിഷനാണ്, ചൊവ്വ, ലഗ്നാധിപനായ ചൊവ്വ എവിടെ നിൽക്കുന്നത്, ഈ ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നെങ്കിൽ, അപ്പം ലഗ്നത്തിൽ ചൊവ്വയും ചന്ദ്രനും സൂര്യനും നിൽക്കുക എന്ന് വിചാരിക്കണം. ഒരു അമാവാസിയും കൂടെ ഒരു ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അവിടെ ചൊവ്വയുടെ ലഗ്നം കൊടുക്കുക, ചൊവ്വയുടെ സ്റ്റോണാണ് കൊടുക്കുക, രത്നം കോറൽ. റൂബി കൊടുക്കുന്നില്ല, റൂബി കൊടുത്താൽ വീണ്ടും മൂൺ ഡൗൺ ആയി പോകും. കാരണം വൃശ്ചിക ലഗ്നത്തിൻ്റെ 10th ഹൗസ് എന്ന് പറയുന്നത് സൂര്യനായതുകൊണ്ട് ആൾക്കാർ സൂര്യൻ്റെ കല്ല് സജസ്റ്റ് ചെയ്യും. പക്ഷെ അന്നേരം സൂര്യൻ്റെ കൂടെ നിൽക്കുന്ന ചന്ദ്രൻ വീണ്ടും ഡീമാവും.
പകരം ചൊവ്വയെ എൻഹാൻസ് ചെയ്യുക. ചൊവ്വ റെഡ് എനർജിയും തന്നു, മനസ്സിന് ഭയങ്കര ധൈര്യം തന്നു. റെഡ് കോറൽസ്, റെഡ് കോറൽ നല്ല ക്യാരറ്റേജ് വേണം. അവിടെയൊക്കെയാണ് 6, 7, 8 ക്യാരറ്റ് യൂസ് ചെയ്യുക, ഉപയോഗിക്കാവുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ടോപ്പിക്ക് അമാവാസിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിച്ചു. കൂടുതൽ രത്നവിശേഷങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. തീർച്ചയായിട്ടും. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം.